ഒരു കാലത്ത് നമ്മൾ ഓട്ടോറിക്ഷകൾക്കായി മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. ടാക്സി വിളിക്കാൻ പരിചയക്കാർ ആരെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എന്നാൽ സ്മാർട്ട് ഫോൺ വന്നതോടെ ഒരു ക്ലിക്കിൽ വാഹനം വീട്ടുപടിക്കൽ എത്തിത്തുടങ്ങി. യാത്രക്കാർക്ക് സൗകര്യം, ഡ്രൈവർമാർക്ക് കൂടുതൽ യാത്രകളും എല്ലാവർക്കും ന്യായമായ വരുമാനവും എന്ന വാഗ്ദാനവുമായാണ് ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾ കേരളത്തിലെത്തിയത്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാണോ? ജൂലൈ 21 മുതൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. യൂബർ, ഒല, റാപ്പിഡോ മാത്രമല്ല, സർക്കാർ സംരംഭമായ കേരള സവാരിക്കെതിരെയും പ്രതിഷേധം ഉണ്ട്. പ്രധാന പരാതി ഇതാണ്: അമിത കമ്മീഷൻ ഈടാക്കുന്നു. 1000 രൂപയുടെ യാത്രയിൽ 500 രൂപ വരെ കമ്പനി കമ്മീഷനായി ഈടാക്കുന്നു എന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. ഇന്ധനവില, ഇൻഷുറൻസ്, അതുപോലെ വാഹന പരിപാലനത്തിൻ്റെ ചെലവ് ഇതെല്ലാം കുതിച്ചുയരുമ്പോൾ വാഹനം ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം മെയിൻ്റനൻസിന് പോലും തികയുന്നില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ മറുവശത്തും ചില ചോദ്യങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇന്ന് ആശ്രയിക്കുന്നത് ഈ ഓൺലൈൻ സംവിധാനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് ആരെ ബാധിക്കും? ഇത്തരത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ അവിടുത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ചൂഷണത്തിന് ഇരയാക്കുകയാണ്. അതോ ഒരു പുതിയ മാതൃക വാർത്തെടുക്കാൻ ചർച്ചകളിലൂടെ നമുക്ക് കഴിയുമോ? ഇതെല്ലാമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇന്ന് ഈ ഓൺലൈൻ സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി സംവിധാനത്തെ ഇന്ന് ആശ്രയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ 21-ാം തീയതി മുതൽ അവർ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്നൊരു വലിയ ചോദ്യം അങ്ങനെ ഉയരുകയാണ്. അംഗീകരിക്കപ്പെട്ടാൽ നമ്മുടെ യാത്രാ നിരക്ക് വീണ്ടും കൂടുമോ? കമ്മീഷൻ കുറച്ചാൽ ഈ കമ്പനികൾ തുടർന്ന് സേവനം നൽകുമോ എന്നൊരു ചോദ്യം മറുവശത്ത് ഉണ്ട്. അതോ ഈ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഡ്രൈവർമാരുടെ അധ്വാനത്തെ വളരെ ശക്തമായി ചൂഷണം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഓൺലൈൻ ടാക്സി സംവിധാനത്തിൽ ചേർന്നതോടെ വാഹന ഉടമകളും ഡ്രൈവർമാരും കൂടുതൽ പ്രതിസന്ധിയിലായോ എന്നാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ന്യായമായ നിരക്കും ഉറപ്പുള്ള വരുമാനവും ഒക്കെ ഡിജിറ്റൽ വിപണി വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഈ ചൂഷണത്തിനൊക്കെ ഡ്രൈവർമാർ മാത്രം ഇരകളായി മാറുകയാണോ എന്ന ആശങ്ക വലിയ തോതിൽ പരക്കുകയാണ്. യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും കമ്പനികളുടെയും താല്പര്യങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു മാതൃക കേരളത്തിന് സാധ്യമാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഗോമാതാജി ചേർന്നിട്ടുണ്ട്, സുനിൽകുമാർ എനിക്ക് നിറയെ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്, ജയകുമാർ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്, സുനിൽ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു സുപ്രധാനമായ വിവരം കൂടി വരുന്നത്. ഈ ഓൺലൈൻ ടാക്സി സംവിധാനത്തെ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പോലീസ്. കാരണം പല കാപ്പ കേസിലെ പ്രതികളും അത്തരം ആളുകളൊക്കെ പിടിയിലാകുന്നൊരു സാഹചര്യത്തിൽ അവരൊക്കെ ഇതുപോലെ ഓൺലൈൻ ടാക്സികളും അല്ലെങ്കിൽ വാഹനം ഡ്രൈവർമാരുമൊക്കെയായി പ്രവർത്തിച്ചിരുന്നു എന്ന ചില വിവരങ്ങൾ പോലീസിന് കിട്ടുന്നു. അപ്പോൾ വലിയ സത്യസന്ധരും സേവന സന്നദ്ധരുമായ വലിയൊരു സമൂഹം ഡ്രൈവർമാരായി ജോലിയെടുക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെയും ചില പുഴുക്കുത്തുകൾ കടന്നു കയറുന്നു എന്നതുകൊണ്ട് തന്നെ നഗരത്തിലെ ഓൺലൈൻ ടാക്സികൾക്കായി ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് പോലീസിൻ്റെ നിലപാട്. ഇവർ ഡ്രൈവർമാരിൽ കുറ്റവാളികളുണ്ടോ എന്ന് കണ്ടെത്താൻ ഒക്കെ ഉള്ളൊരു ശ്രമം നടത്തും. മാത്രവുമല്ല, ഈ പല കേസുകളിൽ പെടുന്ന ആളുകൾ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായി വരുന്നു. അവർ ഓട്ടോ ടാക്സി ഡ്രൈവർമാരായി വരുന്നു, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു. അങ്ങനെ രാത്രികാലങ്ങളിൽ ഒട്ടനവധി അനുഭവങ്ങൾ വരുന്നു എന്നതാണ് അതിലെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്നോടൊപ്പം ആദ്യം ബിനോയ് കൊല്ലത്ത് നിന്ന് ചേരും. ശ്രീ ബിനോയ്, നമസ്കാരം. മനോജി, നമസ്കാരം. ബിനോയ് നിരന്തരം ഈ യൂബർ ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണോ? ആയിരിക്കണം. അല്ല, സ്വന്തം വാഹനത്തിലാണോ കൂടുതൽ യാത്ര ചെയ്യുന്നത്? ഊബറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും യാത്ര, എന്റെ മകളൊക്കെ യൂബറിനെ ആശ്രയിക്കുന്നുണ്ട്. പെങ്ങന്മാരുടെ മക്കള്, ഈ ന്യൂ ജനറേഷൻ എല്ലാം. ഞാൻ കൂടുതലായിട്ട് എന്റെ വാഹനത്തിലാണ് യാത്ര ചെയ്യാറുള്ളത്. എങ്കിലും
ഊബർ ഇഷ്ടമാണ്. ഊബർ മീൻസ് ഇതേപോലെ കണക്കുള്ള ഈ പുതിയ യൂബർ ഓൺലൈൻ വരുന്നൊരു ഘട്ടത്തിൽ ബിനോയ് വലിയ ഒരു പ്രശ്നമായിരുന്നു. പല സ്ഥലങ്ങളിൽ അവരെ കയറ്റില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഡ്രൈവർമാർ അവരെ കയറ്റില്ല. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ ഇതിനെ ആശ്രയിച്ചു, വിശ്വസിച്ചു. ഇപ്പോഴവരെല്ലാം സമരത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ യൂബറിലേക്ക് പോയ തൊഴിലാളികൾ ചൂഷണത്തിന് ഇരകളായി എന്നാണോ കരുതേണ്ടത്? അല്ല, ചൂഷണത്തിന് ആര് ഇരയായെന്ന് മനസ്സിലായില്ല. എന്തോ ചോദ്യം? ഈ യൂബർ ഡ്രൈവർമാർ 21-ാം തീയതി സമരത്തിലേക്ക് നീങ്ങുകയാണല്ലോ. യെസ്. സ്വാഭാവികമായും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇത്തരം ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതാണ് ഓൺലൈൻ കമ്പനികൾ സത്യത്തിൽ ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. കാരണം നമ്മൾ ഈ മേഖല അല്ലെങ്കിലും നമ്മളുടെ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖല തന്നെയാണിത്. അപ്പൊ പല ഡ്രൈവർമാരും വന്ന് പറയാറുണ്ട്, ഞങ്ങള് ഇത്ര ട്രിപ്പ് എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ പൈസ കുറയും, ഞങ്ങൾ കൂടുതൽ ട്രിപ്പ് എടുക്കണം, ഞങ്ങൾ 12 എന്നുള്ളത് 16 മണിക്കൂർ ഓടിയാലേ ചിലപ്പോൾ അത് ശരിയാവത്തുള്ളൂ എന്ന് പല ഡ്രൈവേഴ്സും വന്ന് പറയും. പക്ഷെ അവർ വന്ന് പറയാൻ കാരണം ഈ ഓൺലൈൻ ടാക്സികൾ വന്നതിന് ശേഷം സത്യത്തിൽ ആരുടെയും സമയം ഇതാവുന്നില്ല, വേസ്റ്റ് ആവുന്നില്ല. ഡ്രൈവർമാരുടെ സമയമായാലും ജോലിക്കാരുടേതായാലും അത് ഉപയോഗിക്കുന്നവരായാലും എന്തായാലും ഒരു കാലഘട്ടത്തിന് ആവശ്യമാണ് ഈ ഓൺലൈൻ ടാക്സികൾ എന്ന് നമ്മളൊക്കെ കരുതുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ, മനു പറഞ്ഞതുപോലെ, ആദ്യമൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊന്നും വരാൻ സമ്മതിക്കുന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഓട്ടം കുറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പം ആ ഒരു പ്രതിസന്ധി സമയത്ത് ഇപ്പൊ ഈ വലിയ കമ്പനികൾ, ഈ കോർപ്പറേറ്റ്സുകൾ ഇവരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പം നിങ്ങളുടെ ഈ ചർച്ച കൂടാതെ പലരും എൻ്റെ അടുത്ത് ഒരു മാസമായിട്ട് പല ചെറുപ്പക്കാരും വിളിച്ച് പറയുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ ടാക്സി ഓടുന്ന, നമ്മളിവിടെ തന്നെ യൂത്ത് കോൺഗ്രസിലും വ്യാപാരി കോൺഗ്രസിലും ഒക്കെ ഉണ്ടായിരുന്ന പിള്ളേര് ബാംഗ്ലൂർ പോയി ഇതേണക്ക് ഓൺലൈൻ ടാക്സി ഓടുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ വിളിച്ചിട്ട് പറയുന്നത്, അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ഞാനൊരു 6-7 ചെറുപ്പക്കാരെ ബാംഗ്ലൂർ എൻ്റെ സുഹൃത്തുക്കൾ ഓടിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ കൂടെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് അവർ തിരിച്ചു വന്നു. പക്ഷെ അതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ ന്യൂസ് 18 നിന്ന് ചർച്ചയ്ക്കെടുത്തപ്പം എനിക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് ഇപ്പൊ സത്യത്തിൽ മനസ്സിലാകുന്നുണ്ട്. ഇവര് പോകാനുള്ള കാരണം ചെറുപ്പക്കാരല്ല, ഡ്രൈവർമാരെ അവർ ചൂഷണം ചെയ്യുന്നു, അത് ഉറപ്പാണ്. ഇപ്പൊ നിങ്ങളുടെ ചർച്ചയും കൂടി വന്നപ്പോൾ അവര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് 100% എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ചർച്ചയ്ക്കും കൂടി എടുത്തപ്പം അത് ഒരു സമകാലിക വിഷയം തന്നെ 100% എനിക്ക് മനസ്സിലായി. ആ പിള്ളേർ വെറുതെ അല്ല പറയുന്നത്. അവര് ഇന്നലെ ഓടിയ പൈസ, ഇന്ന് 1-ാം തീയതി ഓടിയ പൈസ 2-ാം തീയതി അവരെ കയ്യിൽ നിന്ന് പോവുകയാണ്. 3-ാം തീയതി പോയ 4-ാം തീയതി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അതാണ് സത്യത്തിൽ ഇതൊരു ഗാംബ്ലിംഗ് പോലെയാണ് ഈ ഓൺലൈൻ ഡ്രൈവർമാർക്ക് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മനു, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ അതായത് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന വാദം 1000 രൂപയ്ക്ക് ഓടിയിൽ 500 രൂപ വരെ കമ്പനി കമ്മീഷനായി വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ നഷ്ടം വരുന്നു. അപ്പോൾ ഇതിനെതിരെ ആണ് അവരുടെ പ്രധാനമായ ഒരു സമരം. അപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്കാണ് 21-ാം തീയതി മുതൽ അവർ കടക്കുന്നത്. സർക്കാർ സംരംഭമായ കേരള സവാരിക്കെതിരെയും ഈ പ്രതിഷേധം ഉണ്ട് എന്ന് പറയുന്നു. കമ്പനി കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണം എന്ന് തന്നെയാണ് പ്രധാന ആവശ്യം. ഷെരീഫ് എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്ന്. ഷെരീഫ് ഓക്കെ. കണ്ണൻ ആലപ്പുഴയിൽ നിന്നുകൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കണ്ണൻ. നമസ്തേ സാർ. നമസ്കാരം. ശ്രീ കണ്ണൻ ഈ യൂബർ യാത്ര ചെയ്യുന്ന ആളാണോ നിരന്തരം? സാറേ, അത് ഞാൻ ഈ മേഖലയിൽ നേരത്തെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അത് നമ്മുടെ ഓട്ടോ മേഖലയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കിപ്പം കണ്ണൻ എന്നോട് പറഞ്ഞു ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. പക്ഷെ കണ്ണൻ യൂബറിന്റെ സംവിധാനത്തിലായിരുന്നില്ല അല്ലേ? ഇല്ല. ഈ ഓട്ടോ ഡ്രൈവർമാര് ആളുകളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്നൊക്കെയുള്ള പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ ആ ആളുകൾ പതുക്കെ യൂബറിലേക്ക് നീങ്ങിയത് അല്ലേ? അന്നേരം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അന്നേരം ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ഓട്ടം കുറവായി. പിന്നെ അത് മാത്രമല്ല, മറ്റു വാഹനങ്ങളൊക്കെ ആൾക്കാർ 2 വീലറൊക്കെ വാങ്ങി എടുത്ത് അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. അന്നേരം ഞാനത് നിർത്തിയതാണ്. പിന്നെന്ന് പറയുമ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ചെറിയ നമ്മുടെ സാധാരണപ്പെട്ട ഒരു വാഹനം എടുത്ത് അത് ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ അടച്ച് ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുമ്പോൾ അവിടെ വന്ന് ഇവരിങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ നികുതി അടച്ചും ഒരേപോലെ വാഹനം വാങ്ങിച്ചിട്ടുമാണല്ലോ. അപ്പോൾ മറ്റേയാൾക്കിത്
ഇവിടെ അവര് ടേണിംഗ് ഉണ്ട് സാറേ. അപ്പൊ എല്ലാവർക്കും വരിക്കാവുന്ന രീതിയിലായിരിക്കും ഓരോ സ്റ്റാൻഡുകളിൽ അവർ ക്രമീകരിച്ച് പോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് വന്ന് ഇവര് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അവരുടെ അന്നമാണ് മുട്ടുന്നത്. ഓഹോ, അങ്ങനെ. അപ്പം ഇവിടെ ആകുമ്പോൾ എല്ലാവർക്കും കൃത്യമായി ടേൺ വെച്ച് കിട്ടും. മറ്റത് ആർക്കാണിത് ആദ്യം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതാകുമ്പോൾ എല്ലാവർക്കും കൃത്യമായ ആ ഒരു ടേണിംഗ് വെച്ച് ഓരോ സ്റ്റാൻഡിലും കൃത്യമായ ഓരോരുത്തർക്ക് മാറി. അപ്പൊ ആർക്കും ഒരു അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഏതായാലും അത് കണ്ണൻ ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയൊന്നും ആളുകൾ ഇവരെ കയറ്റാത്തതെന്നാണ് പറയുന്നത്, അല്ലേ? സാറേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഇപ്പൊ ഈ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ പല ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാക്കി കഴിഞ്ഞ് നൈറ്റിൽ വന്ന് ഓടും. അത് പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വണ്ടികളിൽ കയറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത്. ഓട്ടോ സ്റ്റാൻഡ് ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കുറവായിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അല്ല, ഓട്ടോ സ്റ്റാൻഡിലും ഉണ്ട് പ്രശ്നങ്ങൾ. ഇപ്പൊ അവിടെയും പിന്നെ ഇപ്പൊ നമുക്ക് പെർമിറ്റ് ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങൾ അങ്ങനെ വന്ന് എടുക്കുമ്പോഴും അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാലും ഒരു സ്റ്റാൻഡിൽ ഓടുന്നവർ തമ്മിൽ പരസ്പരം അറിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അറിയും എല്ലാവരും. എപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഇതാകുമ്പോൾ ആരും അറിയത്തുമില്ല, എവിടുന്ന് വരുന്നതാണ് എന്താണെന്ന് പോലും യാത്രക്കാർക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണാത്ത ചില വശങ്ങൾ അതിനുണ്ട് എന്നിപ്പോൾ താങ്കൾ സംസാരിച്ച് മനസ്സിലായി. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ജോർജ് എന്നോടൊപ്പം ചേരുന്നു പാലാരിവട്ടത്ത്. ജോർജ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാനൊരു റിട്ടയർഡ് പേഴ്സണാണ്. ശ്രീ ജോർജ് യൂട്യൂബ് ഈ യൂബർ സംവിധാനം വളരെ റെഗുലർലി യൂസ് ചെയ്യുന്ന ആളാണ്, പ്രായമുള്ള ആളാണ്. അപ്പൊ എന്താണ് ഈ യൂബർ മറ്റേ ഓട്ടോക്കാരുടെ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആവർത്തിച്ച് പാലാരിവട്ടത്ത് നിന്ന് ലുലു മാളിന്റെ എടപ്പള്ളിയിലേക്ക് പോയി മടങ്ങി വരുന്ന ആളാണ്. അങ്ങോട്ട് പോകുന്നതിന് പാലാരിവട്ടത്തു നിന്ന് ലുലു മാളിലേക്ക് പോകാൻ 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതിന് ആദ്യത്തെ അങ്ങോട്ട് പോകുന്നതിന് ആവറേജ് 100 റുപ്പീസ് ചാർജ് വരുന്നുണ്ട്. മടങ്ങി വരുമ്പോൾ 120 ചാർജ് വരുന്നുണ്ട്. അത് ഇറ്റ് ഈസ് വെരി റീസണബിൾ ആണ്. എന്നാൽ സാധാരണ ഓട്ടോ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജുമാണ്. അപ്പൊ ഇതിന്റെ ഷെയർ ആർക്കാ പോകുന്നെന്ന് എനിക്കറിയത്തില്ല. ഈ ഓട്ടോ ഡ്രൈവേഴ്സിന്, ഓട്ടോ ഓടിക്കുന്നവർക്ക് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വലിയ തുക കമ്മീഷനായി അവരുടെ ഭാഗത്തു നിന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വാങ്ങിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ്സ് കറക്റ്റ്. അപ്പം എനിവേ, ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഒരു നോർമൽ ഓട്ടോ പിടിക്കുന്നതിൽ കൂടുതൽ ചാർജ് കൊടുത്തിട്ടാണ് എടപ്പള്ളിയിൽ പോകുന്നതും മടങ്ങി തിരിച്ചു വരുന്നതും. അപ്പോൾ സത്യത്തിൽ നോർമൽ ഓട്ടോയേക്കാൾ കുറഞ്ഞ ഫെയർ കിട്ടുമെന്ന ഒരു വാഗ്ദാനം എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ യൂബർ വിളിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ചാർജ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ, ബട്ട് ഇറ്റ് ഈസ് വെരി കൺവീനിയന്റ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, ഇറ്റ് ഈസ് വെരി കൺവീനിയന്റ്. അത് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വാഹനം വരും എന്നുള്ളത് ഒരു നേട്ടമാണ്, അല്ലേ? ഓക്കെ, താങ്ക് യു മിസ്റ്റർ ജോർജ്. അപ്പോൾ ശ്രീ ജോർജിൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹം നിരന്തരം യൂബർ അല്ലെങ്കിൽ ഇത്തരം ഓട്ടോകൾ വിളിക്കുന്നയാളാണ്. അപ്പോൾ ജിതിൻ രാജും കൂടി എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ ജിതിൻ രാജ്, നമസ്കാരം. ശ്രീ ജിതിൻ രാജ് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പെയിന്റിംഗ് ഫീൽഡിലാണ്, പക്ഷെ വണ്ടി പോകലുണ്ട്. ഏതോ ഈ യൂബറിലാണോ അതോ അല്ലാതെ സാധാ ടാക്സിയിലാണ്? ടാക്സിയിലാണ്. ആ, അപ്പൊ നമുക്ക് പറയാന്ന് വെച്ചാല് ഈ ക്രിമിനൽസ് മൈൻഡിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ അല്ലാണ്ട് രാത്രി നേരത്തെ പറഞ്ഞൊരു കസ്റ്റമർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഈ പോലീസിന്റെ ആൾക്കാര് രാത്രി സമയത്ത് ചെക്കിങ് കുറവാ. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ രാത്രി സമയങ്ങളിൽ ഓട്ടോറിക്ഷ ആയാലും കാർ എടുത്തിട്ട് ടാക്സി ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ പല ആൾക്കാർ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഈ ഡ്രൈവർമാർ ആരാണെന്ന് അറിയില്ലെന്നാണ് ഡിജിറ്റൽ. അതാണ് പ്രശ്നം. അത് ഈ ചെക്കിങ് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ എളുപ്പമാവും. യൂബറിലോ സംവിധാനത്തിലൊന്നും ഇല്ല, അല്ലേ? ഞാൻ യൂബറിലല്ല, ടാക്സിയിൽ പോകലുണ്ട്. അപ്പൊ അത് ഈ തരത്തിലുള്ള വലിയ ചൂഷണം ഉണ്ടോ? ആ ചൂഷണം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്താ വെച്ചാല് നമ്മള് രാത്രി 9:30 ശേഷം 10 മണി 11 മണിക്ക് ശേഷം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണെങ്കിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഇതുപോലെ പല ആൾക്കാരും വന്നിട്ട് ടാക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഓട്ടോറിക്ഷ ആയാലും കാറാണെങ്കിലും എടുത്ത് പോയി കഴിഞ്ഞിട്ട് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇതിൽ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ടാക്സി സ്റ്റാൻഡിൽ ഓടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ തമ്മിൽ അറിയില്ല. അപ്പൊ അതിന്റെ മുകളിൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്, ഈ പറഞ്ഞ പോലീസ് ലിസ്റ്റിലെ ആൾക്കാരും അല്ലാത്തല്ലോ. പക്ഷെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാല് പോലീസിന്റെ ഒരു ചെക്കിങ്ങും അവിടെ ഒന്നും ഉണ്ടാവില്ല.
അത് ശരി. കറക്റ്റ് സ്റ്റാൻഡിൽ ഓടുന്ന ആൾക്കാരെ ID കാർഡ് കാര്യങ്ങൾ പ്രൂഫ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത്ര ആളാണ് ആ സ്റ്റാൻഡിലുള്ളത് വെച്ചാൽ അവർക്കത് എൻക്വയറി ചെയ്തിട്ട് അത് വിട്ടാൽ മതി. ആ പ്രശ്നങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മനോജ് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. മനോജ്, നമസ്കാരം. ശ്രീ മനോജ് ഈ യൂബർ കസ്റ്റമറാണോ? ഞാൻ യൂബർ കസ്റ്റമർ അല്ല, ഞാനൊരു പരമ്പരാഗത ടാക്സി തൊഴിലാളിയാണ്. അത് അവരുടെ ഒരു സംഘടനയുണ്ട്, കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മളോട് എന്നോട് ഒരു ദിവസം മുമ്പ് പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നു. ഈ വിഷയം സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. അതെ. ഇതിനകത്ത് എന്താണെന്നറിയോ സാറേ, ഇതിനകത്ത് വളരെയേറെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ഇത് കോർപ്പറേറ്റ് കമ്പനികളാണ്. ഈ യൂബറും റാപ്പിഡോയും ഓല എന്നൊക്കെ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളാണ്. അവരിവിടെയുള്ള വാഹന ഉടമകളെ ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ 36,560 വാഹനങ്ങളാണ് യൂബറിന് സർക്കാർ തലത്തിൽ അവർ കൊടുത്തിരിക്കുന്ന കണക്ക്. റാപ്പിഡോ 2,800 ചില്ലുവാനം. ഓല എന്ന് പറയുന്ന സാധനത്തിന് അഗ്രിഗേറ്റർ പോളിസി ഇതുവരെ നിലവിലായിട്ടില്ല. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോവുകയും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതെ. കാരണം CP ജോൺ സാറ്, അതായത് അന്ന് എല്ലാ മേഖലയിലെ ആളുകളെ അവിടെ മീറ്റിംഗിൽ വിളിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ. അപ്പം നമ്മൾ അവിടെ ചെല്ലുകയും നമ്മൾ ഈ തൊഴിൽ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പരമ്പരാഗത തൊഴിലാളികളും യൂബർ തൊഴിലാളികളുമായി തർക്കം. അതിന്റെ കാരണം ഈ കമ്പനിക്ക് നമ്മുടെ സർക്കാർ കൊടുത്ത ഒരു മാൻഡേറ്റ് ആണ്. 50% ഓഫ് അവർക്ക് എടുക്കാം. അതായത് റേറ്റിന് 50% കുറയ്ക്കാനും കൂട്ടാനുമുള്ള അധികാരം സർക്കാർ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ഈ പരമ്പരാഗത നാട്ടിൽ ടാക്സി സ്റ്റാൻഡ് ഉണ്ടല്ലോ, അറിയാമല്ലോ. അവിടെ കിടക്കുന്നവരെ സംബന്ധിച്ച് ഓട്ടമില്ലാതെ വരുമ്പോൾ ഇവര് എറണാകുളത്തു നിന്ന് ഇപ്പൊ കോട്ടയത്തേക്ക് വരികയാണ്, ഒരു സൈഡിലേക്കുള്ള വാടകയാണ് മേടിക്കുന്നത്. അത് കസ്റ്റമറുടെ ഗുണമാണ്, അത് സത്യമാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കോമൺ സെറ്റപ്പ് ഇതുമായിട്ട് ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് കഴിയാതെ വരുന്നതിന്റെ കാരണം ഈ കമ്പനികൾ ഇവിടെ അവരുടെ GST അടയ്ക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇതിന് ഈ പോളിസിയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്നാൽ ഇതെല്ലാം ഒരു മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഈ കമ്പനികൾ കവർന്നുകൊണ്ട് പോവുകയാണ് നിലവിൽ. അത് 1000 രൂപ ഓടിയാൽ 350 രൂപയാണ് നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഈ അഗ്രിഗേറ്റർ പോളിസി വന്നപ്പോ 20% ആക്കി. എന്നാൽ ആ 20% പൈസയ്ക്ക് ഇവർ GST അടയ്ക്കുന്നുണ്ടോ എന്ന് പോലും സർക്കാർ പരിശോധിക്കുന്നില്ല. ഇത് സത്യത്തില് ഗുരുതരം. ഇത് നമ്മളെ ഇപ്പൊ ഞാനും യാത്രക്കാരനാണ്, സാറും യാത്രക്കാരനാണ്, പുറത്ത് മറ്റൊരു വാഹനത്തിൽ കയറുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ലാഭകരമാണ്. ആ സിസ്റ്റം കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേ സിസ്റ്റം ആക്കി അല്ലെങ്കിൽ പ്രശ്നം തീരും. അതിന് ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ മറ്റുള്ളിടത്തു നിന്നോ ഉണ്ടാവുന്നില്ല. അപ്പൊ താങ്കൾ പറഞ്ഞത് കുറെ കൂടെ ക്ലിയർ ആണ്. അതായത് ഇത് ശരിക്കും ഗവൺമെന്റ് ഇതൊന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം യൂബറിന് വേണമെങ്കിൽ പെട്ടെന്ന് ചാർജ് കൂട്ടാം, കുറയ്ക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ചാർജേ ഉള്ളൂ. നിങ്ങൾ തർക്കിച്ച് വാങ്ങിക്കുന്നത് ആണ് നിങ്ങളുടെ ലാഭം, അല്ലേ? അതെ, അതായത് ഗവൺമെന്റ് തന്നെ ഒരു കേരള അഗ്രിഗേറ്റർ പോളിസി ഉണ്ട് സാർ. അതിന്റെ അകത്ത് മിനിമം 5 കിലോമീറ്ററിന് 250 18 രൂപയാണ് റണ്ണിങ് കിലോമീറ്റർ. അതാണ് ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളികൾ, അതായത് ടാക്സി സ്റ്റാൻഡുകളിൽ കിടക്കുന്നവർക്ക് കിട്ടേണ്ട വാടക. ഇതിന്റെ അകത്തു നിന്നാണ് യൂബറിന് ഇതുപോലുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവര് നമ്മുടെ നാട്ടിൽ നിന്നും ഈ കമ്മീഷൻ ഇനത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി എന്നൊരൊറ്റ കാരണത്താൽ ഇവർ കോടികൾ നമ്മുടെ രാജ്യത്തു നിന്ന് കൊണ്ടുപോവുകയാണ്. കോടികൾ. ആ കോടികൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതായത് ഞാൻ സാറിനോട് ഒരു കണക്ക് പറഞ്ഞു, 36,560 എന്ന് പറയുന്ന വാഹനങ്ങൾ അതിലൊരു വാഹനം പോലും ഈ കമ്പനിക്കില്ല സാർ. അതെല്ലാം ഇതുപോലെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന തൊഴിലുടമകളും അല്ലെങ്കിൽ തൊഴിലാളികളുടെയും വാഹനങ്ങളാണ്. അതിനെ വെച്ചിട്ടാണ് ഈ കമ്പനികൾ ഇവിടെ ചൂഷണം ചെയ്യുന്നത്. ഇതില് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഈ തൊഴിലാളികളെ എന്നും വെറുക്കപ്പെട്ടവരാക്കുന്ന, അതായത് ഈ സ്റ്റാൻഡുകളിൽ കിടക്കുന്നവരെ വെറുക്കപ്പെട്ടവരായി കാണുന്നതിന്റെ കാരണക്കാരൻ ഞങ്ങളല്ല, അത് സർക്കാരിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ സർക്കാർ ഒരു സുതാര്യത ഇവിടെ കൊണ്ടുവരണം, ഒരു വാടകയിൽ ഒരു ഏകീകരണം കൊണ്ടുവരണം. ഇതൊന്നുമില്ലാതെ ഒരു വിഭാഗം ആളുകളെ ഇപ്പൊ സാർ 2027 വിയറ്റ്നാമിലുള്ള ഒരു കമ്പനി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. 10,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് അവരിവിടെ ഇറക്കാൻ പോകുന്നത്. 10,000 ഇലക്ട്രിക് വാഹനങ്ങൾ. അതിൻ്റെ അകത്ത്
10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 80 രൂപയാണ് അവർ കൊടുക്കുന്ന വാടക. ഇത് റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അത് കഴിഞ്ഞ് വരുന്ന അഡീഷണൽ കിലോമീറ്ററിന് 8 രൂപ. അതിൽ 5 രൂപ 50 പൈസ ഡ്രൈവർക്കും, 2 രൂപ 50 പൈസ കമ്പനിക്കും. ഓട്ടോറിക്ഷക്കാരന്റെ ജീവിതം പോലും വഴിമുട്ടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാഹനം മേടിച്ചവന്റെ വാഹനം ഓടാൻ മേലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ്. ഇതൊരു തൊഴിൽ മേഖലയാണ്. ഇത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ തൊഴിലാളികള് ജീവിക്കണം, അല്ലെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സാഹചര്യം ഉണ്ടാക്കേണ്ടതും സർക്കാരും ട്രാൻസ്പോർട്ട് കമ്മീഷനുമാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കേരള സവാരി എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഒരു സംരംഭം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കേരള സഫാരിയിൽ അതിൻ്റെ അകത്തൊരു ചെറിയ കാര്യമുണ്ട്. അതിന്റെ പിന്നിലും കുറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും അത് സർക്കാർ നിശ്ചയിക്കപ്പെട്ട റേറ്റ് ആണ്. ആ സർക്കാരിന്റെ റേറ്റ് പ്രകാരമാണ്. ഇപ്പൊ സാർ ഇപ്പം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സാറിന് ഈ വൺ സൈഡ് യൂബറിന് കൊടുക്കുന്നതുകൊണ്ടാണ് സാർ അത് ലാഭകരമായി തോന്നുന്നത്. സാർ അവിടെ ഇറങ്ങുന്നു, തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തന്നെ വണ്ടി വിളിക്കുന്നു. ഈ 2 ഫെയർ കൂടി കൂട്ടുമ്പോഴത്തേന് ഒരു സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വണ്ടിയുടെ മുകളിലാണ്. കേരള സഫാരി എന്ന് പറയുന്നത് സാർ എവിടുന്ന് കയറി എവിടെ ഇറങ്ങുന്നോ ആ വണ്ടി തിരിച്ചു വന്ന സ്ഥലം വരെയുള്ള കിലോമീറ്ററിന്റെ ക്യാഷ് മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് വലിയ നഷ്ടമില്ല. അതുപോലെ അവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. പെർ ഡേ 35 രൂപയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ UPS സിസ്റ്റം പോലെയാണ് ഇവർ ഇത് പിടിക്കുന്നത്. 0001 എന്നുള്ള ആ സിസ്റ്റത്തിലാണ് ഇവർ കമ്മീഷൻ പിടിക്കുന്നത്. മറ്റത് അങ്ങനെയല്ല, ഡയറക്റ്റ് കട്ട് ചെയ്യാണ്. ഡയറക്റ്റ് അവർക്ക് കിട്ടുന്ന 1000 രൂപയിൽ നിന്ന് 350 രൂപ ഈ കമ്പനി കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ ഓടുന്ന തൊഴിലാളികളാണ് സാർ ഈ പറയുന്ന ഈ കമ്പനികളെ വളർത്തുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ഇവരുടെ സമരം പ്രഖ്യാപിച്ചു. ആ സമരം പോലും ഇവർക്ക് നഷ്ടം ഉണ്ടാക്കുന്ന എന്റെ അഭിപ്രായം. നമ്മുടെ വണ്ടി പിൻവലിച്ചാൽ മതിയല്ലേ? നമുക്ക് നഷ്ടമാണെന്ന് തോന്നിയാൽ നമ്മൾ എന്തിനാണ് വീണ്ടും അവരുടെ പിന്നാലെ പോകുന്നത്? ഇവിടെ വേറെ ധാരാളം സംവിധാനങ്ങളുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. ഒരു സമരം ചെയ്തതുകൊണ്ട് ഇവിടെ എന്ത് നേടാനാണ് സാർ? സാറിന് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ സമരങ്ങൾക്കൊക്കെ ജനങ്ങളുടെ അവരുടെ സമയം നഷ്ടപ്പെടുത്തി, സമ്പത്ത് നഷ്ടപ്പെടുത്തി ഇതിന്റെ പിന്നാലെ നടന്നത് കൊണ്ടല്ല. ഇത് അധികാരികളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ച് ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് പോയാലേ ഉള്ളൂ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും താങ്കൾ ഇതിൻ്റെ വളരെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നത് സന്തോഷം തന്നെ. അപ്പോൾ ഏതായാലും ഇത് നമുക്കൊന്ന് അങ്ങയുടെ ഈ ശബ്ദരേഖ ഇത് മന്ത്രിയും കൂടി കേൾക്കേണ്ടത് ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങയുമായി ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകാതിരുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ CP ജോൺ ഇത്തരം കാര്യങ്ങൾ പഠിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരാളായിട്ടാണ് ഇത്രയും കാലം എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഈ മേഖലയെ സംബന്ധിക്കുന്ന ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാളോട് എന്തുകൊണ്ട് സംസാരിക്കാൻ മന്ത്രി വിമുഖത കാണിച്ചു എന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നു. CP ജോൺ അല്ലെങ്കിൽ അതേപോലെ ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അടിയന്തരമായി തിരുത്തി ഈ മനോജിനെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ. മണി സാർ, ഓൺലൈൻ ടാക്സി എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിരുന്നു സാർ. വഴക്ക് കൂടാതെയും അമിത ചാർജ് കൊടുക്കാതെയും യാത്ര ചെയ്യാൻ പറ്റുന്ന. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങിയാൽ പോലും ഈ മറ്റേ ഓട്ടോറിക്ഷക്കാർ അവിടെ എന്ന് വെച്ചാൽ പ്രീപോഡ് കൗണ്ടറിലേക്ക് വരാതെ അവർ മാറിപ്പോയി ഇന്നാണ് യാത്ര എടുക്കുന്നത്. ഏതായാലും എന്താ വെച്ചാൽ ഇത് ഈ മേഖല മാത്രമല്ല സാർ, നമ്മളെ ആശുപത്രികളിലും സെക്യൂരിറ്റി ആയിട്ട് പ്രൈവറ്റ് മേഖലയിലേക്ക് ജോലിക്ക് വരുന്നവരെ, അതായത് ക്ലീനിങ് സ്റ്റാഫ്, സെക്യൂരിറ്റിക്കാർ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വരുന്നവരിൽ നിന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള കമ്മീഷൻ എടുത്തതിന് ശേഷമാണ് സാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ ഓൺലൈൻ ടാക്സിയിലെ ഡ്രൈവർമാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രണം സർക്കാർ തലത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് സാർ. യെസ്, ഓക്കെ, വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ റെജി കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റെജി. മനു, നിങ്ങളൊരു അസാധ്യ മനുഷ്യൻ. നിങ്ങളുടെ പ്രസ്ഥാനം ഒരു അസാധ്യ പ്രസ്ഥാനം കേട്ടോ. ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലെ ഒരു വിഭാഗം ജോലിക്കാരുടെ വേദനകളുടെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു എനിക്ക് കുളിരോടുകൂടിയ അഭിനന്ദനങ്ങൾ കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞ ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിനോട് 100% സാറേ ഞാൻ അങ്ങ് യോജിക്കുക. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏകമായി ഒരാൾ ഇന്ത്യയിൽ ഭരണത്തിലുള്ളത് CP ജോണാണ്. ഇത് ന്യൂസ് 8 അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അദ്ദേഹം നല്ല കാര്യഗൗരവമുള്ള ഒരു മനുഷ്യനാണ്. ഇതിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് ഈ മേഖലയിൽ നിരന്തരമായ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഈ ഡ്രൈവർമാർ പറയുമ്പോൾ സാറേ ഇതുങ്ങൾക്കൊരു ഗന്ധമുണ്ട് സാറേ, രക്തവും കൂടെ ചൂട് കൊണ്ട് ഉരുകിയിറങ്ങുന്ന
എനിക്ക് അവരെയൊക്കെ മനസ്സിൽ തരിക. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഗവൺമെന്റിനെ ഇടപെടാൻ ന്യൂസ് 8 മുന്നിൽ നിൽക്കണം. ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സുനിൽ ചേർന്നിട്ടുണ്ട്, ജയകുമാർ നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എന്നോട് പറയുന്നു. എന്നോട് ജോൺ എബ്രഹാം ജർമ്മനിയിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുക കേട്ടോ. സോ ജോൺ എബ്രഹാം, ഇറ്റ്സ് റിയലി പ്രിവിലേജ് ടു ടോക്ക് ടു യു. അപ്പോൾ ജോൺ എബ്രഹാം ജർമ്മനിയിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു. ഹലോ മനു, ഇന്ത്യ ഷുഡ് ബാലൻസ് ബിറ്റ്വീൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് കോമ്പൻസേഷൻ ആൻഡ് ലേബർ ലോസ്, കാണ്ട് അലൗ ടു ഡോമിനേറ്റ് ഈതർ വൺ എന്നുള്ളത്. അത് വളരെ വളരെ പ്രസക്തമാണ് ശ്രീ ജോൺ എബ്രഹാം പറഞ്ഞ ആ വാക്കുകൾ. കാരണം നമ്മൾ ഒരു വശത്ത് വളരെ സുഗമമായി ഒരു തൊഴിൽ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ, അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്താൻ, ഒരു സംരംഭം തുടങ്ങാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ തൊഴിൽ എടുക്കുന്ന ആളുകളെ, തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ കൃത്യവും മാന്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടിയും കഴിയണം. ഇത് രണ്ടും തമ്മിൽ ഒരു സംയമനം ഉണ്ടാകുമ്പോഴാണ്, ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല ഒരു തൊഴിൽ സംസ്കാരം ഒരു രാജ്യത്ത് ഉണ്ടാകുന്നത്. ശ്രീ ജോൺ എബ്രഹാമിൻ്റെ ആ ഒരു പ്രതികരണം വളരെ വളരെ കറക്റ്റാണ്. അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, മുരളീധരൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ശ്രീ എം.എൻ. മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, കിഷോർ കോന്നി എന്നോടൊപ്പം ഉണ്ട്, ശ്രീ പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുരളി 3675 എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്, എന്നോടൊപ്പം ചേരുന്നു. സുനിൽ പറയുന്ന എല്ലാ ടാക്സി ഡ്രൈവർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണം, അവർ ക്രിമിനൽ കുറ്റങ്ങളിൽ പെടാത്തവരാണെന്ന് ഉറപ്പാക്കണം എന്ന് പറയുന്നു. അതിലുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദന എന്നോട് പറയുന്നത് പൊതുജനത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാനാണല്ലോ ഭരണകൂടം ഉള്ളത്, അപ്പോൾ അവർ അതിൽ നന്ദനയിൽ നമ്മുടെ രഘുനന്ദനൻ തിരുമുല്ലവാരം ആണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. എനിക്ക് തോന്നുന്നത് അത് മറ്റാരുടെയോ കമൻറ്റിൽ നിന്ന് ഇട്ടതാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു അതിന് നടപടി സർക്കാർ സ്വീകരിക്കണം എന്ന് പറയുന്നു. ബാബുരാജൻ കാഞ്ഞിരപ്പുഴ എന്നോട് പറയുന്നു ഓൺലൈൻ ടാക്സി മേഖല മാത്രമല്ല ടാക്സി ഫീൽഡിൽ തന്നെ പ്രതിസന്ധിയാണ്, നമ്മുടെ സുഹൃത്തുക്കൾ ഈ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്ന് എന്നോട് പറയുന്നു. സന്തോഷ് പാരിപ്പായി എന്നോട് പറയുന്നത് അഹങ്കാരികളായ ടാക്സി ഡ്രൈവർമാർ കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം, നിത്യേന കാണുന്ന ജനസമൂഹമാണ് ഞങ്ങൾ, അതിനർത്ഥം നല്ലത് ഇല്ല എന്നല്ല, ഭൂരിപക്ഷവും നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരികളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി കൂടുതൽ കമൻസ് ഉണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ശ്രീമതി സൗമ്യ എനിക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകയാണ്. അപ്പോൾ അവർ പറയുന്നത് യൂബർ ആൻഡ് അതർ ഓൺലൈൻ സർവീസസ് ആർ വെരി യൂസ്ഫുൾ ബട്ട് സംടൈംസ് ഫെയർ വിൽ ബി ഹയർ ഡ്യൂ ടു സ്ലോ മൂവിംഗ് ട്രാഫിക് ഓൺ റോഡ് ഡൈവേർഷൻസ്, ഫെയർ ഷോൺ ഇൻ ദി ആപ്പ് ആൻഡ് ദി ഫൈനൽ എമൗണ്ട് മേ ബി മോർ എന്ന് എന്നോട് പറയുന്നു. ഓക്കെ, അപ്പോൾ വേറെയും ചില പ്രേക്ഷകർ, വേറെയും കമൻറ്റുകളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. എന്നോടൊപ്പം രാകേഷ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാകേഷ് നമസ്കാരം. ഈ കൊല്ലത്തൊക്കെ യൂബർ ഉണ്ടോ രാകേഷ്? സാറേ, കൊല്ലത്ത് യൂബർ കുറവാണ്, തിരുവനന്തപുരം എറണാകുളത്തൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഉള്ളത്. സത്യത്തിൽ എല്ലായിടത്തും വരുന്നത് നല്ലതല്ലേ. ഈ ഓൺലൈൻ ടാക്സിക്കാരെ കുറ്റം പറയുന്നത് ആൾക്കാർ കുറ്റം പറയുന്നത്, പക്ഷെ ഈ അവരെല്ലാവരും ഓൺലൈനിൽ സാധനം മേടിക്കുന്നവരൊക്കെ ഈ സത്യത്തിൽ അവർ ജോലി ചെയ്യുന്നത് പേടിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ് ആൾക്കാർ മൊത്തം, ഈ അല്ലാത്ത ടാക്സിക്കാർ മൊത്തം വിളിച്ചു വരുത്തി അടിക്കുകയാണ് ചെയ്യുന്നവരൊക്കെ. പക്ഷേ ഞാനിപ്പം അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന അവർക്ക് ഇപ്പം അവരും സമരത്തിലേക്ക് പോവാണ് 21-ാം തീയതി തൊട്ട്, അവർക്ക് പൈസ കിട്ടുന്നില്ല. സാറേ, എല്ലാവർക്കും ജോലി ചെയ്യണ്ടേ സാറേ? സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഓരോ തൊഴിലായിട്ട് ഇറങ്ങുന്നില്ലേ? ഇപ്പം ഈ അവര് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഈ പറയുന്നവരെല്ലാരും ഈ ഓൺലൈനിൽ സാധനം മേടിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പം ഇവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? എന്തായാലും എല്ലാവർക്കും ജോലി ചെയ്യേണ്ടതാണ്. ഞാനും ഇപ്പം ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യൂബറിന്റെ ഇതിനകത്തോട്ട്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് യൂബറിൽ ജോലി ചെയ്യുന്ന ആളുകളാട്ടോ സമരം ചെയ്യാൻ പോണേ. അത് തന്നെ, യൂബറിൽ ജോലി ചെയ്യുന്ന സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സാറേ? ഇപ്പം അവരെ വിളിച്ചു വരുത്തി അടിക്കുക ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഗവൺമെന്റ് അവര് ക്രിമിനലുകളായ വ്യക്തികളെ ജോലിയിൽ തുടരാൻ അനുവദിക്കരുത്. പോലീസ് എല്ലാത്തിനും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഇവർക്കും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് തന്നെ അവരെ നിലനിർത്തിക്കൊണ്ട് പോകണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കുമാർ കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഹലോ, നമസ്കാരം. എന്റെ സന്തോഷ് കുമാറാണ്. ഞാൻ കേരള ഓൺലൈൻ ടാക്സി ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഓ, ഞാൻ സന്തോഷിനെ കാത്തിരിക്കുക. അപ്പൊ സന്തോഷ്, 21-ാം തീയതി മുതൽ നിങ്ങൾ സമരത്തിലേക്ക് പോവാണ് അല്ലേ? സർ, ഇത് സമരം ചെയ്യുന്നത് എല്ലാവരും അല്ല, നമ്മളെ ഓൺലൈൻ ടാക്സി ഓണേഴ്സ് അസോസിയേഷന് നിയമപരമായിട്ടാണ് പോകുന്നത്. പല സംഘടനകളും ആശയപരമായിട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കാം. നമ്മൾ അഗ്രിഗേറ്റർ പോളിസി വരാൻ വേണ്ടി കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയി പോയി, അതിന്റെ കൂടെ വന്നു. അതിനുശേഷം 2024 അഗ്രിഗേറ്റർ പോളിസി നിലവിൽ വന്നു. നിങ്ങളുടെ ഒരു ശ്രമഫലമായ ഒരു അഗ്രിഗേറ്റ് പോളിസി സംസ്ഥാനത്ത് ഉണ്ടായി അല്ലേ? അതെ, ഓക്കെ.
അതിനുശേഷം നിരന്തരമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, മിനിസ്റ്റർ എന്നീ ലെവലിൽ നമ്മൾ സംസാരിക്കുകയും എന്തിന് നമ്മളെ ഗവർണർ വരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ലൈസൻസ് സിസ്റ്റം ഇവിടെ യൂബറും റാപ്പിഡോയും ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 10 തീയതിയും അതുപോലെ തന്നെ യൂബർ മാർച്ച് 17 ഈ ലൈസൻസ് എടുത്തിരിക്കുന്നത്. ലൈസൻസ് എടുക്കാത്ത കമ്പനികളാണ് ഓല, അതുപോലെ തന്നെ കേരള സവാരി, ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. അപ്പൊ നിലവിൽ ഈ ഓൺലൈൻ ടാക്സിനെ പറ്റി പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ഇടയിലും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാൽ 2 ടയർ 3 ടയർ സിറ്റികളിൽ മാത്രമാണ് സാധാരണ നിലവിലുള്ളൂ. ഇപ്പൊ ഡൽഹി, ബോംബെ, അതേപോലെ തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂര്. കാരണം അത് പിന്നെ ഓൺലൈൻ ടാക്സി എപ്പോഴും ആവശ്യമാണ്. ഒരു നഗരത്തിന്റെ മുഖം തന്നെയാണ് ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാല്. അപ്പോൾ ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അതിൽ അഗ്രിഗേറ്റർ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് 2020 പോളിസി തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് അതിന്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അതിലുണ്ട്. അപ്പൊ ഈ സന്തോഷ് കുമാർ, ഇതാണ് ഇപ്പൊ മറ്റേ മറുവശം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാം, കുറയ്ക്കാം, പക്ഷെ മറ്റേ ആൾക്ക് അത് പറ്റില്ല, അല്ലാത്ത ആളുകൾക്ക് ഇല്ല. അല്ല, നിലവിൽ 2018 ലാസ്റ്റ് ഫെയർ റിവിഷൻ കമ്മിറ്റി വന്നത്, രാമചന്ദ്രൻ കമ്മീഷന്റെ ഫെയർ റിവിഷൻ കമ്മിറ്റി വന്നിരിക്കുന്നത്. കിലോമീറ്ററിന് 18 രൂപയാണ് ചാർജ് വെച്ചിരിക്കുന്നത്. അതായത് അവർക്ക് ഡൈനാമിക് പ്രൈസിംഗ് ആപ്ലിക്കബിൾ അല്ല, അവർക്ക് കൂട്ടാൻ പറ്റില്ല. അവർക്ക് റേറ്റ് ഇത് പറഞ്ഞാൽ പിന്നെ കസ്റ്റമറുമായി തർക്കിച്ച് അടികൂടി വാങ്ങിക്കണം അല്ലേ? സാർ ഇപ്പൊ KSRTC ഡൈനാമിക് പ്രൈസിംഗ് ആണ് സാർ. അതിന്റെ ആപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഡൈനാമിക് പ്രൈസിംഗ് ആപ്ലിക്കബിൾ ആയി. ശരി. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ ടാക്സി ഉടമകളെയും തൊഴിലാളികളെയും ഈ കമ്പനികൾ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സത്യമാണ്, അതില് പിന്നെ കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതില് റേറ്റിന്റെ കാര്യത്തിൽ അവര് വളരെയധികം താഴ്ത്തിയിട്ട്, അതായത് ഇതൊരു കൺഫ്യൂഷന്റെ മുകളിൽ വന്നിരിക്കുന്ന കാര്യമാണ്. കാരണം അതിൽ അഗ്രിഗേറ്റർ പോളിസിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്, അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൈസയാണ് മിനിമം വേതനമായിട്ട് വെക്കേണ്ടത് എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മിനിമം അതാണ് വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് 200% വരെ ഹൈക്ക്, ഡിമാൻഡ് സമയത്ത് ഹൈക്ക് ചെയ്യാം എന്നുള്ളതും, എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എന്താണോ നിരക്ക് അത് ഏറ്റവും മിനിമം അത് വെച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അഗ്രിഗേറ്റർ പോളിസി പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു കമ്പനികളും അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഡ്രൈവർ സമൂഹം എല്ലാവരും സമരത്തിന് ഇറങ്ങുന്നത്. ശരിയായ രീതി അതാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇവര് ഉന്നയിക്കുന്ന ഒരു കാര്യം 1000 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ ഈ കമ്പനിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ, സത്യമാണോ? അങ്ങനെയുണ്ടോ? 1000 രൂപയുടെ അതെന്താ വെച്ചാൽ അവര് പിന്നെ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ 2 ടാക്സ് ആണ്. ഒന്ന് 5% ഫയറിന്റെ ടാക്സും 18% സർവീസിന്റെ ടാക്സും, പ്ലസ് അവര് 25 to 30% വരെ 20 to 25% വരെ അവര് കമ്മീഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവര് ഈ ടാക്സി ഉടമകളെ സംബന്ധിച്ച്, അല്ല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് വരുന്നു, ഒപ്പം കമ്മീഷനും വരുന്നു അല്ലേ? അപ്പൊ അവരുടെ കസ്റ്റമർ ഇപ്പൊ 500 രൂപ പേയ്മെന്റ് നടക്കുന്ന സമയത്ത് അതിൽ 5% ടാക്സും അതുപോലെ തന്നെ 18% സർവീസ് ടാക്സും ഉൾപ്പെടുന്നുണ്ട്. പ്ലസ് കമ്മീഷനും വന്ന് അതിനുശേഷമാണ് ഫെയറും വരുന്നത്. ഈ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിലോമീറ്ററിന് കാണിക്കുന്നത്, ഇവര് മിനിമം ഒരു വേബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിനിമം ചാർജ് 49 രൂപയും പെർ കിലോമീറ്ററിന് 8 രൂപ 75 പൈസ അല്ലെങ്കിൽ 9 രൂപ 10 രൂപ അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് ഇടുന്നത്. അത് ഒരു കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇതല്ല, ഓരോ സമയത്തും പിന്നെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ഇതില് സന്തോഷ്, ഇതിന് പുറത്തുള്ള ആളുകൾ, അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലാത്ത പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ടാക്സ് ഒന്നും അടയ്ക്കില്ല. അപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനത്തെ ആളുകൾ വരുമ്പോൾ കൂടുതൽ ടാക്സ് കിട്ടുമെന്നുള്ളത് ഗവൺമെന്റിന് ഒരു അട്രാക്ഷനാണ്. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി തൊഴിലാളികൾക്ക് ഇതിന് വേണ്ടത്ര വേതനം കിട്ടുന്നില്ല എന്നതാണ് ശരി അല്ലേ? അങ്ങനെയാണ്. അതെ, 2 കാര്യമുണ്ട്. ഇപ്പം ഈ ടാക്സ് ഇപ്പോൾ യൂബറിന്റെ പുതിയൊരു സിസ്റ്റം അനുസരിച്ച് അവരുടെ അഗ്രിമെന്റ് വെച്ച് സജസ്റ്റഡ് ഫെയർ എന്നാക്കി മാറ്റി. അതിനുശേഷം അവര് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല, ഇപ്പൊ അവർ അടയ്ക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് മന്ത് നോക്കിയപ്പോൾ അവരുടെ ടാക്സ് അടയ്ക്കുന്നില്ല, അവർ കേരളത്തിലെ ടാക്സ് അടച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഒന്നുമില്ല, അഗ്രിഗേറ്റർ പോളിസി വന്നു കഴിഞ്ഞാൽ ഈ 20% 2% സർക്കാരിലേക്ക് അടയ്ക്കണം. അതായത് ഡ്രൈവർമാരുടെ വെൽഫെയറിന് വേണ്ടി 2% അടയ്ക്കണം. ഇത് കൃത്യമായിട്ടും ഇതിന്റെ അമെന്റ്മെന്റ് പോളിസികളിലെ ഇത് നടത്താത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട്. സർക്കാരിന്റെ അടുത്താണ് ഇതിന്റെ ഏറ്റവും വലിയ വീഴ്ച വന്നിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ CP ജോൺ നിങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ? അത്രയും സങ്കീർണമായ കാര്യങ്ങൾ അതിനകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു, 10-ാം തീയതി പിന്നെ കമ്മീഷണറേറ്റിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ശരി. അപ്പൊ എന്താണ് സർക്കാരിന്റെ ഒരു സമീപനം ഈ ആവശ്യങ്ങളോടും?
അല്ല, സർക്കാരിന്റെ സമീപനം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അമെന്റ്മെന്റ്, അതായത് 2002 കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ പോളിസി അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അമെന്റ്മെന്റ് ഈ കേരള സർക്കാരും അമെന്റ്മെന്റ് ചെയ്തൊരു ഭേദഗതിയോട് കൂടിയിട്ട് അടുത്ത ദിവസം റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നും അതിൽ വേണ്ടത്ര ചർച്ചകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അതില്. കമ്പനികൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല സർക്കാരിന്. ഇതൊരു മോണിറ്ററിംഗ്, ഇപ്പം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബൈക്കാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബൈക്ക് ഓടിക്കാൻ പാടില്ല. ഇപ്പൊ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്ന ഒരു NIOC ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അത് തേർഡ് പാർട്ടിയാണ് അറ്റാച്ച്മെന്റ് ചെയ്യുന്നത്. ഈ കമ്പനികൾ നേരിട്ടല്ല അറ്റാച്ച്മെന്റ്. ഇപ്പൊ റാപ്പിഡോ ആണെങ്കിലും യൂബർ ആണെങ്കിലും നേരിട്ടല്ല അറ്റാച്ച്മെന്റ് നടത്തുന്നത്, തേർഡ് പാർട്ടി വഴിയാണ് അറ്റാച്ച്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി യാതൊരുവിധ കാര്യങ്ങളും അതിലില്ല. അപ്പോൾ അത് ഇപ്പം യൂബർ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവരെ പോലീസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് അവർ യൂബറിൽ അറ്റാച്ച് ചെയ്യുന്നത് ക്യാബിൽ. പക്ഷെ ബൈക്ക് ടാക്സിയിൽ അത്തരം ഒരു സംവിധാനം ഇല്ല. അതിൽ അങ്ങനെ ചെക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതോ ഇല്ല. മോണിറ്ററിംഗ് സംവിധാനം ശക്തിപ്പെടുത്തിയാൽ കുറെ കൂടി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിയും എന്നാണ് താങ്കളുടെ പ്രതികരണം. യെസ്, തീർച്ചയായിട്ടും. മോണിറ്ററിംഗ് ഞങ്ങൾ RTI വഴി ഞങ്ങൾ ചോദിച്ചിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നമ്മൾ ഇതിനെ മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ പറ്റി പലതും. അപ്പോൾ അവർ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല എന്ന് RTI മുഖാന്തരം തന്നെ നമുക്ക് തന്നിരിക്കണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലാതെ, എങ്ങനെ സുരക്ഷ ഇല്ലാതെ എങ്ങനെ ഇത് നിരത്തിൽ ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഞങ്ങൾക്കും അത് പ്രശ്നമാണ്, യാത്രക്കാർക്കും പ്രശ്നമാണ്. കാരണം ഡ്രൈവറെ സംബന്ധിച്ചും നമുക്കും ഇതിൽ കയറുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ, അതേപോലെ നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂബറിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസിൽ നിന്ന് ഒരു പരാതി സ്വീകരിക്കപ്പെടാനോ പരാതി പരിഹരിക്കപ്പെടാനോ ഉള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം. ഈ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സമരത്തിന് ഏറ്റവും വലിയ ഇത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ സർക്കാരും ഇതിൽ ഇടപെടണം. കാരണം ഈ മോണിറ്ററിംഗ് സിസ്റ്റം വേണം, കംപ്ലൈന്റ് അതോറിറ്റി വേണം, എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ യൂബർ ആണെങ്കിലും യോല ആണെങ്കിലും എല്ലാ കമ്പനിക്കും ഇവിടെ ഓഫീസ് വേണം, പരാതി പരിഹരിക്കപ്പെടാനുള്ള ആളുകൾ വേണം, കൃത്യമായ മോണിറ്ററിംഗ് വേണം, സുരക്ഷ വേണം. സുരക്ഷ ഇല്ലാതെ നമ്മൾ ഈ യാത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വലുതാണ്. ഇപ്പം തന്നെ ഒരുപാട് ആക്സിഡന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റാപ്പിഡോന്റെ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി, അതായത് കോഴിക്കോട് സ്വദേശി കുട്ടി ആക്സിഡന്റ് 26 ലക്ഷം രൂപ ഇപ്പം ചെലവായിട്ട് മൈസൂർ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ അതിന് അവരിതുവരെയായിട്ടും റാപ്പിഡോ ഒന്നും കൊടുത്തിട്ടില്ല, ഇതായിട്ടുമില്ല. അതുപോലെ തന്നെ കേരളത്തിലും നിരവധി ആക്സിഡന്റുകൾ, ബൈക്ക് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ ആ ഒരു നിലപാട് കൃത്യമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് സർക്കാർ കുറെ കൂടി ഇവരൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇത് ഗൗരവമായി എടുത്ത് ഇതിനൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ കുറേ പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ എന്നോട് പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇത്തരം ടാക്സികൾ കോൾ ടാക്സി എന്നാണ് പറയുന്നത്. അവർ ചെറിയ ദൂരം മുതൽ ദീർഘദൂരം വരെ നല്ല രീതിയിൽ സേവനം നടത്തുന്നു എന്ന് അതിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഗോമാതാജിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ കോട്ടും ഈ ഷർട്ടും ഒക്കെയാണ്. താങ്ക് യു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. ഓക്കെ, അപ്പോൾ നമസ്കാരം എന്ന് എന്നോട് ശ്രീ സദാശിവൻ നായർ 5324 എന്നോട് പറയുന്നു. താങ്ക് യു സദാശിവൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്കറിയാം. അപ്പോൾ ശശിധരൻ പിള്ള ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ലില്ലി വെയിറ്റ് മനുവിന് അടിപൊളിയായിട്ടുണ്ടെന്ന്. ശശിധരൻ പിള്ളയെ വരുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഊർജ്ജം കിട്ടുന്നവരാണ്. കാരണം എന്നെ എപ്പോഴും പുകഴ്ത്തുന്ന ഒരാളാണ് ഒരു വശത്ത്, ചിലപ്പോഴൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് അത് വീണ്ടും ആ ഒരു സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നും. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത് ലില്ലി വൈറ്റ് എനിക്ക് നല്ല ചേർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ലില്ലി വൈറ്റ് ആണെന്നൊക്കെ ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് യെല്ലോ എന്നാണ് നമ്മൾ പൊതുവെ പറയാമല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ എന്നോട് ഇപ്പം പങ്കജാക്ഷൻ നായർന്ന് എനിക്ക് ഹൃദയവും പൂക്കളും അയക്കുന്നത് പോലെ സ്ഥിരം തുടരുന്നു. കേരള സവാരിയെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ജോബി പറയുന്നത്. Congratulations for the initiative you have taken to discuss about the online taxi in Kerala. They have been cheating by online taxi companies എന്ന് എന്നോട് ശിവദാസൻ TK എന്നോട് പറയുന്നു. അപ്പോൾ ജോബി പറയുന്നു, ഓൾ കസ്റ്റമേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് യൂബർ ആൻഡ് ഓല, സപ്പോർട്ട് കേരള സവാരി എന്ന് എന്നോട് പറയുന്നു. യാസർ എറണാകുളം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. യാസറിന് സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരുടെ സമരം നടത്തുന്നുണ്ട്, അത് ചർച്ച ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. അവർ ഈ അടുത്ത് മണ്ണുവാരി തിന്നുന്നതിൻ്റെയൊക്കെ വാർത്തകൾ ഞാനും കേട്ടു. ഇപ്പോൾ പാവങ്ങൾക്ക് ജോലി കിട്ടേണ്ട ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ലിസ്റ്റിൽ 1ാം റാങ്കുകാരന് പോലും അവിടെ നിയമനം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് ഗൗരവമായി പരിശോധിക്കണം.
അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഈ വിഷയം എടുത്തതിൽ അഭിനന്ദിക്കുന്നു. കോട്ട് നന്നായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ കോട്ട് വലിയ തോതിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ വല്ലപ്പോഴൊക്കെ ധരിക്കുന്നൊരു കോട്ട് തന്നെയാണ്, പുതിയതല്ല, എന്നാലും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. ഇപ്പോൾ ജോസ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജോസ്, ചുരുങ്ങിയ വാക്കുകളിൽ. അത് സാറേ, ആ ഞാനിത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ സാധാ ഒരു കൃഷിക്കാരനാ. ആ വയസ്സ് 73 ആയതാ. ആ ഇതിന് പിന്നെ ഓക്കെ. അപ്പോൾ സുഖമായിരിക്കുന്നു. അവിടെ ഇടുക്കിയിൽ എവിടെയാണ് സ്ഥലം ശ്രീ ജോസിൻ്റെ? എന്റെ വീട് കീരിത്തോട്. ഓക്കെ. ആ അവിടെ മഴയൊക്കെ ഉണ്ടോ ശ്രീ ജോസ്? ഞാനിപ്പോ മഴ ഇപ്പൊ കുറവാ. ഞാൻ വിളിച്ചതിന്റെ കാരണേ, ഈ ഓൺലൈൻ ടാക്സിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ ഈ ഒരു കണ്ണിന്റെ ചികിത്സയ്ക്കായിട്ട് അങ്കമാലിക്ക് പോയി. അവിടെ ചെന്ന് അവിടുന്ന് എന്റെ കുടുംബത്തിന്റെ കണ്ണൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്തു. അതെ. അപ്പൊ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞത് 2800 രൂപ അവിടെ വരുന്നതിന്. ഇടുക്കിയിലേക്ക് വരാൻ അങ്കമാലിയിൽ നിന്ന്? ഇവിടെ വരുന്നതിന് 2800 രൂപ പറഞ്ഞു. അപ്പൊ അവിടുത്തെ അങ്കമാലിന്റെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. 2000 രൂപയ്ക്ക് എന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഒരു കാറ് കൊണ്ടുവന്ന് ഇറക്കി. ശരി. അപ്പം അത് വലിയൊരു അനുഭവമായി പോയി. അപ്പൊ ഓൺലൈൻ അത് യൂബർ ആയിരുന്നോ? യൂബർ സംവിധാനം അല്ലേ? ഒരു സിസ്റ്റർ അവിടെ നിന്ന് തന്നെ വിളിച്ചു തന്നെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള എനിക്കറിയാൻ പാടില്ല. ശരി. അപ്പൊ ഞങ്ങളത് 3-4 പ്രാവശ്യം അങ്ങനെ പോയിച്ചു വന്നു. കണ്ണൊക്കെ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അപ്പൊ കണ്ണിന്റെ ചികിത്സ ഇപ്പൊ കഴിഞ്ഞു അല്ലേ? ചികിത്സ അങ്കമാലിയിലായിരുന്നു. ഒരു കണ്ണ് എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റേ കണ്ണ് തിമിരമായിരുന്നു. തിമിരത്തിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്റെ മകന് സ്റ്റുഡിയോക്കാരനാ. ഡയാന സ്റ്റുഡിയോ ആണ്. ശരി. അപ്പൊ ശ്രീ ജോസിനെ സഹായിക്കാൻ ആരുണ്ട്? വീട്ടിൽ ആരുണ്ട് സഹായിക്കാൻ? ഇപ്പം അവന്റെ കുടുംബം എന്നിട്ട് പിള്ളേരുണ്ട്, മക്കളുണ്ട്. അപ്പൊ ശ്രീ ജോസിന് എത്ര വയസ്സായി? എനിക്ക് 73 വയസ്സായി. 73 വയസ്സായി. അപ്പൊ പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ? അല്ല, കുടുംബത്തിന് അതിലെ തിരക്കത്ര പിടിച്ചൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മളെ പൊതുവേദി പ്രേക്ഷകരായ ശ്രീ ജോസ് ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഏതായാലും ഇങ്ങനെ ഒരു അനുഭവം റേറ്റ് കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞ് പങ്കുവെച്ചു. അത് നല്ലത്. അപ്പോൾ കണ്ണിൻ്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് കണ്ണിന്റെ കാര്യങ്ങളെ ഞങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ പുള്ളി ഒരു 10-20 ദിവസം കൊണ്ട് നശിപ്പിച്ചിറങ്ങുക. ഓക്കെ. അപ്പോൾ നോക്കാം നമുക്ക്. ഏതായാലും കേസിനൊക്കെ പോയിട്ട് നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാതെ വന്നു. മൊത്തത്തിൽ ഇങ്ങനെയായി പോയി. പക്ഷേ എത്രയും പ്രതിസന്ധികൾക്കിടയിലും പിടിച്ചു നിൽക്കാനുള്ള മലയാളിയുടെ കരുത്താണ് ജോസ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു തളർച്ച എന്ന് തോന്നരുത്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മറ്റെല്ലാം അപ്പുറത്താണ്, അതിനപ്പുറത്താണ്. നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് വിളിക്കുക, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ജോസിന് നമ്മുടെയൊക്കെ സ്നേഹവും ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഷമീർ കൂടി എന്നോടൊപ്പം ചേരുന്നു എറണാകുളത്ത് നിന്ന്. ഷമീർ എറണാകുളത്താണ്. ഓക്കെ. ഷമീറിൻ്റെ ടെലിഫോണിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ജോൺ വിൽഫ്രഡ് എന്ന് പറയുന്നു, ഞാൻ യൂബർ ഓട്ടോ ഡ്രൈവറാണ്, തിരുവനന്തപുരം സപ്പോർട്ട് കേരള സവാരി എന്ന് പറയുന്നു. ജോൺ വിൽഫ്രഡിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹം ഒരു യൂബർ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പക്ഷേ സപ്പോർട്ട് കേരള സവാരിയാണെന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഞാൻ ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്.
വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. യാസർ 2770 എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതെന്ത് കുറച്ച് ഫോൺ ജാമായിട്ടുണ്ടാകും, കുഴപ്പമില്ല, യാസറിന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ നാളെയും വിളിക്കാം യാസർ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ സുനിൽകുമാർ പറയുന്നത് ഞാൻ കമൻറ്റ് ഫിൽട്ടർ ചെയ്യാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ഞാൻ ഒരു ഫിൽറ്ററിങ്ങും ഇല്ല. എല്ലാ കമൻറ്റുകളും ഇത് ചിലതൊക്കെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പറ്റാവുന്നതെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ യാസറിന് ഫോൺ കിട്ടിയില്ല എന്നുള്ളത് ഞാനിപ്പോൾ കമൻറ്റിൽ കണ്ടു. അപ്പോൾ സുനിൽ പറയുന്നത് ചിലതൊക്കെ ഞാൻ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇല്ല, ഞാൻ വിഷ് ചെയ്താൽ അപ്പോൾ പ്രതികരണം കിട്ടാറില്ല, അതുകൊണ്ട് ഇപ്പോൾ വിഷ് ചെയ്യാറില്ലെന്ന് ശശിധരൻ പിള്ള പറയുന്നു. ഞാനെന്തായാലും ശശിധരൻ പിള്ളയ്ക്ക് വിഷ് കൊടുക്കാറുണ്ട്. ഇനി ആരാണ് അദ്ദേഹത്തെ വിഷ് ചെയ്യാത്തത്? നമ്മുടെ ഈ കമൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വിഷ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഇരുണ്ട ദിനങ്ങളിൽ ഒരു ചർച്ച വേണ്ടതെന്നാണ് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ശ്രീ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, മണിമലയിലൊന്നും യൂബർ ടാക്സി ഒന്നും ഇല്ല അല്ലേ? നമസ്കാരം. അവിടെ യൂബർ ഉണ്ടോ? നമസ്കാരം. ഇവിടെ യൂബർ ഒന്നുമില്ല. ഞാൻ യൂബർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതുപോലുള്ള ടോൾ ടാക്സികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സർവീസ് ആയിരുന്നു. അത് അധികം ചാർജ് ഈടാക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ അവരെ പറ്റി പറയാനുണ്ട്. അപ്പൊ ഇത് വരുന്നതുകൊണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നം? എനിക്കത് മനസ്സിലായില്ല, അതൊന്ന് പറയാമോ? ഇതിൽ അവർ 21-ാം തീയതി തൊട്ട് സമരം ആരംഭിക്കുകയാണ്. യൂബറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 21-ാം തീയതി തൊട്ട് സമരം ആരംഭിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന യൂബറും ഒലയും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് വലിയ തോതിൽ കമ്മീഷൻ ഈടാക്കുന്നു. 500 രൂപ ഓടിയാൽ 250 രൂപ കമ്മീഷൻ ഈടാക്കുന്നു. അപ്പോൾ അത് വലിയ പ്രതിസന്ധി അവർക്ക് സൃഷ്ടിക്കുന്നു എന്നാണ് അവരുടെ പരാതി. അപ്പോൾ അത് കൂട്ടിക്കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് യൂബർ, ഒലെ, റാപ്പിഡോ തുടങ്ങിയ സർവീസുകളെല്ലാം സമരത്തിലേക്ക് നീങ്ങുകയാണ് തൊഴിലാളികൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് മുമ്പൊക്കെ ആളുകളെ പലരും ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, ഈ തൊഴിലാളികളെ എല്ലാം ഇങ്ങനെ യൂബറിൻ്റെയും ഓലയുടെയും ഒക്കെ പരിധിയിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ നിശ്ചയിക്കുന്നത് പോലെ തൊഴിലാളികൾ ജോലി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചിലരൊക്കെ ഭയന്നിരുന്നു. അങ്ങനെ ഭയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ശ്രീ മണിമല? അത് ഈ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാല്, സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് പിന്നെ അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങും അതിന്റെ നടത്തിപ്പുകാര്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കാര്യമായ യൂണിയനോ അസോസിയേഷനോ ഒന്നും ഇല്ല അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതായത് ലോക്കലിലുള്ള ആൾക്കാര്, അവരെ സംബന്ധിച്ച് അവർക്ക് ഈ യൂബറിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓരോ ടാക്സിക്കാർക്കും അവര് ആൾക്കാരോട് മാന്യമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ ആ ടാക്സിക്കാരന്റെ നമ്പർ അറിയുന്നവര് അവരെ തന്നെയല്ലേ വിളിക്കുള്ളൂ. നമുക്കിപ്പോ അറിയുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ വണ്ടി മാത്രമല്ലേ വിളിക്കുള്ളൂ. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് ഒരു ഓട്ടോ വർഷം പിടിച്ചെന്ന് വെച്ചോ, അവര് നമ്മളോട് വാങ്ങിക്കുന്നത് ന്യായമായി വാങ്ങാവുന്നതിന്റെ ഇരട്ടിയാണ്. നമ്മൾ അറിയില്ല. അങ്ങനെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാം ഇവരിങ്ങനെ ഭംഗിക്ക് വേണ്ടി പറയുമെങ്കിലും നമ്മൾ കേരളത്തിൽ എവിടെയുണ്ട് മീറ്റർ അനുസരിച്ച് പൈസ വാങ്ങുന്നവര്? കോഴിക്കോട്ടുണ്ട്. കോഴിക്കോട്ടൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാല് നമ്മളൊരു 14 രൂപ 50 പൈസയായെന്ന് വെച്ചോ, നമ്മൾ 15 രൂപ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാൽ ആ ഡ്രൈവർ നമ്മളെ തിരിച്ചു വിളിച്ച് 50 പൈസ തിരിച്ചു തരും. അങ്ങനെയൊക്കെ മാന്യമായി പെരുമാറുന്ന എത്ര പേരുണ്ട് കേരളത്തില്? അതൊരു പ്രശ്നമാണ്. ഇവരിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും, സമരം ചെയ്യുന്ന പറയുന്നെങ്കിലും ഇവരെ കൊണ്ട് ഉപദ്രവം നേരിടുന്ന നാട്ടുകാരുണ്ടെന്ന് ഓർക്കണം. ശരി, അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്ലിയർ. പക്ഷെ സമരം ചെയ്യുന്ന യൂബറിലെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി എന്നോട് പറയും. ശ്രീ ഡേവിഡ് വിജയ്. ഞാനിത് ഈ സർവീസ് കണ്ടമാനം ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് സ്വന്തമായിട്ട് വെഹിക്കിൾ ഇല്ല. ഞാൻ യാത്ര ചെയ്യുന്ന ആളുമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലമായിട്ട് ഇത് വന്നേ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് യൂബർ, ഓലയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നതിൽ നല്ല ന്യായമുണ്ട്. കാരണം ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വന്ന് സൗത്തിൽ ഇറങ്ങിയപ്പോഴേക്കും അവിടെ നമുക്ക് ഇറങ്ങുമ്പോഴേക്കും ഇത് സർവീസ് കിട്ടുന്നുണ്ട്. അതിലൊരു ഓപ്ഷൻ കണ്ടു, അത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ല. യുവർ എക്സ്ട്രാ ചാർജസ് ഫോർ ദി ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് 30, 40 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഡ്രൈവർക്ക് കിട്ടുന്നതല്ലേ? അത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ. അപ്പൊ ഞാൻ അതിൽ മാക്സിമം ക്ലിക്ക് ചെയ്തു. കാരണം അവർക്ക് എന്തായാലും കിട്ടിക്കോട്ടെ. നമുക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളല്ല. എന്ന് മാത്രമല്ല അവരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ സൗത്തിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഓട്ടോയിനെക്കാളും ചാർജ് കുറവാണ്. ഓട്ടോ ആണെങ്കിൽ 200 എടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. പ്രീപെയ്ഡ് ഇപ്പൊ എപ്പോഴും കിട്ടിക്കോളണമെന്നില്ല അവിടെ.
പ്രീപെയ്ഡ് കിട്ടണമെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യണം. അവിടെ നല്ല വെയിലാണെങ്കിൽ ഇപ്പൊ സമ്മർ സീസണിലൊക്കെ നമുക്ക് അതും വെച്ചോണ്ട് അവിടെ നിൽക്കാനുള്ള സൗകര്യം തന്നെ ഇല്ല. സ്റ്റേഷനൊക്കെ റീകൺസ്ട്രക്ഷൻ നടത്തുകയാണ്. അപ്പൊ ഇവരുടെ അവര് പറയുന്നതിന് നല്ല ന്യായമുണ്ട്. ഏത് രംഗത്തും അതെ ഈ ഓൺലൈൻ എന്ന് പറയുന്നതിൽ ചൂഷണങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പൊ കുറെ പേര് പിരിച്ചുവിട്ടാണില്ലേ, ഒരു മെഡിക്കൽ കമ്പനി കുറെ പേര് ഒരു സുപ്രഭാതത്തിൽ റോട്ടിലൊക്കെ ഇറങ്ങി നിന്ന് കണ്ടു. അപ്പൊ അതുപോലെ അതിന്റെ ആ വ്യക്തി എടുത്തിട്ടേ കൊടുക്കുള്ളൂ എന്നുള്ളതിന് അതിനൊരു വഴി ഗവൺമെന്റ് ന്യായമായ കൂലി അവർക്ക് കിട്ടണം എന്നുള്ളത്. ഞാനൊരിക്കൽ ഇത് വന്നപ്പോ ഞാൻ ഈ കണ്ടമാനം സംസാരിക്കുന്ന ആളുകളുമായിട്ട് ആ ഡ്രൈവറെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ കുറക്കാലം ഗൾഫിലുണ്ടായിരുന്നതാണ്. അപ്പൊ ഇവിടെ കൊടുങ്ങല്ലൂരടുത്ത് ഇടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അപ്പൊ അങ്ങനത്തെവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. എന്നുമ്പോൾ മാത്രമല്ല കേരളത്തിൽ അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ബാംഗ്ലൂരിൽ അങ്ങനെയല്ല, ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻകാരെ പിടിച്ചോക്കെ. പക്ഷെ കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും കണ്ടാൽ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്, ക്ലിയർ ആണ്. അപ്പോൾ മാരി സെൽവൻ നമ്മുടെ സമയം തീരാറായി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാരി സെൽവൻ. സാർ, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ടാക്സി ഓടുന്ന ആളാ. ഏതാ, യൂബർ ആണോ മറ്റേ അല്ലാതെ? യൂബർ ആണ്. നിങ്ങളൊക്കെ അപ്പൊ സമരത്തിലേക്ക് നീങ്ങുകയാണോ മാരി സെൽവൻ 21-ാം തീയതി? അതെ സാറേ, വേറെ നിവർത്തിയില്ല. കാരണം ഞാൻ ഡെയിലി ഇപ്പൊ ഒരു ദിവസം ഞാൻ ഓടുന്നത് ആകെ 1200 രൂപയ്ക്കാണ്. ഒരു ദിവസം ആകെ കിട്ടുന്ന 1200 രൂപയാണ്. 1200 രൂപയ്ക്കാണ്. ഈ 1200-ല് 800 രൂപ CNG ഫുൾ ടാങ്ക് ആവും. ബാക്കി 200 രൂപ അവർക്ക് റെന്റ് കൊടുക്കണം. 180 രൂപ അവർക്ക് റെന്റ് കൊടുക്കണം. അതല്ലാതെ അവർക്ക് 10% കമ്മീഷൻ കൊടുക്കണം. ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ കാണും. ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, രാവിലെ തൊട്ട് വെറുതെ പണിയെടുത്തത് മിച്ചം അല്ലേ? ഞങ്ങൾ ജോലി ചെയ്ത് CNG അടയ്ക്കാനും അവർക്ക് കമ്മീഷൻ കൊടുക്കാനും മാത്രമാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കൊണ്ട് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് വർദ്ധിപ്പിക്കുകയാണോ വേണ്ടത്, അതോ അവരുടെ കമ്മീഷൻ കുറയ്ക്കണോ? ഇവർ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഓട്ടോ ചാർജിനെയും കാള് ഈ ടാക്സി ചാർജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊണ്ടുവരും. നോൺ AC എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. ഈ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ട് ഓട്ടോയിൽ നിന്ന് 100 രൂപ 50 രൂപ അല്ലെങ്കിൽ 200 രൂപ കുറച്ചാണ് താത്തിയാണ് അവർ ചെയ്യുന്നത്, റേറ്റ് അടിക്കുന്നത് അതിൽ. അപ്പൊ ഇവർ ഈ ഓടുന്ന ടാക്സിക്കാർ വേറെ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ചെറിയ റേറ്റിലുള്ള ഓട്ടങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോവുകയാണ്. ഞാൻ ഓടുന്ന വണ്ടി വലിയ വണ്ടിയാണ്, പക്ഷെ എനിക്കത് മുതലാവത്തില്ല. അപ്പൊ മാരി സെൽവൻ ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? ഞാൻ എർട്ടിഗയാണ്. എർട്ടിഗ? അതെ. അപ്പൊ ഈ എർട്ടിഗ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിച്ചിട്ട് ആകെ കിട്ടുന്നത് 100 രൂപയാണ് ഈ ഓൺലൈൻ. ആകെ കിട്ടുന്നത് 100 രൂപ 200 രൂപ ഇത്ര പൈസ ഈ 2 മാസം കൊണ്ട് തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ കൂട്ടത്തോടു കൂടി മറ്റൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് ഡ്രൈവർമാർ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരെ ഒന്നും നമുക്ക്, കാരണം അവരെ പോലെ തന്നെയാണ് നമ്മൾ കടം വാങ്ങിച്ച് EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് കൂട്ടിയാൽ പ്രശ്നം തീരുമോ അതോ? അതെ സാർ, നമുക്ക് ഇവിടെ നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള റേറ്റ് കിട്ടണം. നമ്മുടെ സവാരി ആപ്പിൽ കുറെ കസ്റ്റമർ ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയെന്ന്. കേരള സവാരി ആപ്പിൽ കുറെ പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. പക്ഷെ ആളുകൾ കേരള സവാരി അല്ലെന്ന് തോന്നുന്നു, കൂടുതൽ യൂബർ ആണ് ഉപയോഗിക്കുന്നത്. അതെ സാർ, അത് നമുക്ക് റേറ്റ് എവിടെ കുറച്ച് കിട്ടുന്നുണ്ടോ അതിലാണ് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് കറക്റ്റുള്ള ചാർജ് നമുക്ക് കേരള സവാരിയിലാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളപ്പോ പക്ഷെ കൂട്ടത്തോടു കൂടി അപ്പൊ കേരള സവാരിയിലേക്ക് മാറിയാൽ ഈ പ്രശ്നം തീരുവോ? ഞങ്ങൾ മാറിയാലും കസ്റ്റമർ മാറണം സാർ, അതാണ് വിഷയം. അപ്പൊ ആളുകൾ പക്ഷെ യൂബറിലാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? യൂബറിലാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് സർക്കാരിന്റെ ഈ സംരംഭം കേരള സവാരി കുറെ കൂടെ പോപ്പുലർ ആയാൽ നിങ്ങൾ കുറെയൊക്കെ രക്ഷപ്പെടും. പിന്നെ ഒരു നിരീക്ഷണ സംവിധാനം വേണം. ഇത് എങ്ങനെയാണ് ഇത് ഇപ്പൊ യൂബറിൽ മാക്സിമം എല്ലാ ഡ്രൈവേഴ്സ്മാരും അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവരുടെ മേലിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അവർ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് മിക്ക ഡ്രൈവേഴ്സ്മാരും എല്ലാ ഡ്രൈവറും നല്ല ഡ്രൈവറാണ്. നമ്മുടെ സിറ്റിയിലുള്ള ഡ്രൈവർ, കേരളത്തിൽ ഓടുന്ന എല്ലാ ഡ്രൈവർമാരും നല്ല ഡ്രൈവർമാരാണ് ഈ യൂബറിൽ ഓടുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ മാരി സെൽവൻ നമ്മുടെ ഒരു യൂബർ ഡ്രൈവറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ട. യാസർ എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. യാസർ, നമ്മുടെ സമയം കഴിയാറായെങ്കിൽ യാസർ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് നിങ്ങളെ കിട്ടാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോ നമ്മുടെ സമരസമിതിന്റെ ഒരു അംഗം കൂടിയാണ്. ശരി. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഫെയർ എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടും മാറ്റം വരണം എന്നുള്ളതാണ്. മിനിമം ഫെയർ കുറച്ചും കൂടി ഉയർത്തണം അല്ലേ? അതെ. നമുക്കിപ്പോ മിനിമം ഫെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 100 മുതൽ 140 രൂപ വരെയാണ്.
അപ്പൊ നമ്മൾ ഈ AC ഒക്കെ ഇട്ട് ഒരു കസ്റ്റമറിനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കുറിച്ച് നമ്മുടെ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യം തന്നെ സ്വാതന്ത്ര്യം നേടിയ സമരത്തിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ മിനിമം ഫെയർ വർദ്ധിപ്പിച്ചാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. തീർച്ചയായിട്ടും. അപ്പം ഈ ഓൺലൈൻ കമ്പനികൾ അമിത ചൂഷണം നടത്തുന്നു എന്ന് ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഏതാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂബർ, റാപ്പിഡോ, അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 30 മുതൽ 40% വരെ കമ്മീഷനാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 250 രൂപയുടെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 80 രൂപ വരെ അവർക്ക് കമ്മീഷൻ, 80 മുതൽ 100 വരെ ആണ് അവർ കമ്മീഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് EMI-യും ലോണൊക്കെ എടുത്ത് ഓടണ ഒരു വണ്ടിക്ക് എന്താണ് ഇതിൽ വരുമാനം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് യാസറുമായി കുറേ നേരം കൂടി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് നിങ്ങളൊക്കെ ഇതിൻ്റെ യഥാർത്ഥ മേഖലയിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് അതിൻ്റെ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. പക്ഷേ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും എനിക്ക് കുറേ നേരം വിളിച്ചിട്ടാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. ഏതായാലും വളരെ നന്ദി. അപ്പോൾ ഞാൻ ഈ വിഷയം ജനങ്ങളോട് യൂട്യൂബിൽ ചോദിച്ചു, ഇവർ സമരം ചെയ്താൽ ആളുകൾ പ്രതിസന്ധിയിലാകുമോ എന്ന് ചോദിച്ചാൽ പലരും ഇവരെ യൂബറിനെയും റാപ്പിഡോയൊക്കെ ആശ്രയിക്കുന്നവരാണ്. 57% ആളുകൾ അവർ സമരം ചെയ്താൽ അവർക്ക് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകും എന്ന് പറയുന്നു. അപ്പോൾ സർക്കാരും എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യ മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കും, പക്ഷേ അതിൻ്റെ നേട്ടം ഒരു വിഭാഗത്തിനും ചൂഷണം മറ്റൊരു വിഭാഗത്തിനും ആകുക എന്നത് ശരിയായ ഒരു രീതിയല്ല. സുരക്ഷിതമായ ഒരു യാത്ര എല്ലാവരുടെയും അവകാശമാണ്. ന്യായമായ നിരക്കിൽ അത് ലഭിക്കണം. വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കും ഒക്കെ അധ്വാനത്തിൻ്റെ അർഹിക്കുന്ന പ്രതിഫലം ഉറപ്പാക്കുകയും വേണം. പ്ലാറ്റ്ഫോം ഒരുക്കുന്ന കമ്പനികൾക്ക് ന്യായമായ ഒരു ലാഭം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ തുടരൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായാൽ ഈ സംവിധാനം വിജയകരമായി മുന്നോട്ട് പോകും. അപ്പോൾ ആരും ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു സംവിധാനം ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഡ്രൈവർക്കും അതുപോലെ ഇതിൻ്റെ കമ്പനിക്കും ഒപ്പം ഇതിൻ്റെ വാഹന ഉടമയ്ക്കും ഒക്കെ ന്യായമായ ഒരു ലാഭം ഉണ്ടാകണം. അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കും. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.